മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ തുടക്കം ആണ് ചെയ്തത്. അതിൽ നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ള ഭാഗം ആണ് നമ്മൾ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 15:6 നിന്ന് ഉള്ള കോട്ടിങ് വായിച്ച് കേൾപ്പിച്ചിരുന്നു. അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിരുന്നു, വിശ്വാസം പ്രവൃത്തിയാൽ കാണിക്കപ്പെടും, എന്നാൽ പ്രവൃത്തി കൊണ്ടല്ല നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസം വന്നതിന് ശേഷം പ്രവൃത്തി ആവശ്യമാണ്, എന്നാൽ പ്രവൃത്തി കൊണ്ട് ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചിന്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത്. 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ, എന്നാൽ പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത് കൃപയായിട്ട് അല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. 4-5 വാക്യങ്ങളാണ് വായിച്ചത്. നേരത്തെ നമ്മൾ ചിന്തിച്ചാണ് ന്യായപ്രമാണത്തിൽ നീതി പൂർത്തീകരിച്ച കർത്താവാണ് എന്ന് നമ്മൾ ചിന്തിച്ചാണ്. റോമർ 3:31 നമ്മൾ പഠിച്ചതാണ്, വിശ്വാസത്താൽ ന്യായപ്രമാണം ദുർബലമാകുന്നു, ഒരു നാളുമില്ല. അത് ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് എന്നേ പറയുന്നു. വിശ്വാസം വന്ന് ന്യായപ്രമാണം ദുർബലമാക്കി കളയുകയല്ല, അത് ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 10 കൽപ്പനകൾ, അതിൽ 1, 2, 3 കൽപ്പനകൾ ഡയറക്റ്റ്ലി ലിങ്ക്ഡ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കൽപ്പനകളാണ്. 1, 2, 3 കൽപ്പനകൾ എന്നുവെച്ചാൽ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ ശബത്ത് ആചരിക്കുന്ന കാര്യവും എല്ലാമാണ് 1, 2, 3 പറയുന്നത്. അത് ആദ്യത്തെ കൽപ്പന യേശുക്രിസ്തു ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. അത് ആ 3 കൽപ്പനകൾ അതുമായിട്ട് ചേർത്തും, ബാക്കി നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന കൽപ്പനകൾ 4, 5, 6, 7, 8, 9, 10 ലവിങ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് ഉള്ളൊരു പ്രമാണമാണ്. പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഉള്ളിലാക്കി എഴുതപ്പെട്ട് നമുക്ക് തന്നത്. ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാക്കി തന്നു. അവിടെ ഉള്ളിലാക്കി തന്നു കഴിയുമ്പോഴേ അവിടെ നിന്നൊരു പ്രവൃത്തി ആരംഭിക്കണം. ആ പ്രവൃത്തിയാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രവൃത്തി അവിടെ വരുന്നത്. പഴയ നിയമത്തിൽ ഇത് ദൈവം തന്നിട്ട് ഇസ്രായേൽ മക്കളും അത് ആ സമയത്തുള്ള എല്ലാവരും അത് ഫെയിലായിപ്പോയി എന്ന് നമ്മളെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ നീതി, അത് തന്നിരിക്കുന്നത് കടമായിട്ടത്രേ തന്നിരിക്കുന്നു. പ്രവർത്തിക്കുന്നവന് കൊടുക്കുന്നത് കൂലിയാണ്. നമുക്കറിയാം, ജോലിക്ക് അതിന് അർഹമായിട്ടുള്ള ശമ്പളം, ഒരു കൂലി, അതൊരു അവകാശമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ പ്രവൃത്തിയാൽ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കടം നിവർത്തിക്കുകയാണ്. എന്നാൽ ദൈവം ആരോടും കടപ്പെട്ടിരിക്കാതെ വണ്ണം രക്ഷ ദാനമായി നൽകുകയാണ് ചെയ്യുന്നത്. 5-ാം വാക്യത്തിൽ അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നു എന്നൊരു ചിന്ത ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാം, അബ്രഹാം അഭക്തനായിരുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുവെ ആളിലുണ്ടാകാം. അഭക്തനെ വിശ്വസിക്കുന്നു, അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇവിടെ അബ്രഹാമിനെ വിളിച്ച് ഊരിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ, അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവൻ ദൈവത്തിൽ വിളി വിശ്വസിച്ച് ഏറ്റെടുത്താണ് ഇറങ്ങി വരുന്നത്. 12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിച്ച 15:6 ആ വാക്യത്തിലാണ് വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അവൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ ദൈവം വിളിച്ചിറക്കിയപ്പോഴേ അവൻ ഇറങ്ങി വന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് വിശ്വാസം വരുന്നത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് നീതിയായി കണക്കിടുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലും ഇതുതന്നെയാണ്. ഒരുവൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും അവൻ രക്ഷിക്കപ്പെടുന്നില്ല. പിന്നെയോ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ അതിനു മുമ്പ് അവനൊരു അഭക്തനാണ്, അവനൊരു ഭക്തിയും അവനില്ല എന്ന് തന്നെ പറയാം.
ഭക്തിയുടെ ഒരു കണിക പോലും അവനിൽ കാണുകയില്ല. അവൻ ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷം എന്നേക്കുമായിട്ട് നീതീകരിക്കപ്പെടുന്നു എന്ന ചിന്തയാണ് ഇതിൽ കൂടി പറയുന്നത്. 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. വീണ്ടും പറയുന്നു, ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദ് ഇവിടെ വർണ്ണിക്കുന്നു. 6 തൊട്ട് 8 വരെയുള്ള ഈ വാക്യങ്ങളിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, അബ്രഹാമിൽ നിന്ന് വ്യത്യസ്തമായി ദാവീദ് ഒരു യഹൂദനാണ്. അബ്രഹാം അത് ഈ പാരമ്പര്യത്തിലൊന്നും വന്നിരുന്നില്ല, അതിന് മുമ്പേ ഉള്ള ആളാണ്. എന്നാൽ യഹൂദനായിട്ട് ഉള്ള ഒരാളാണ് ദാവീദ്. ദാവീദ് പരിച്ഛേദന കഴിഞ്ഞ ഒരു യഹൂദനാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ദാവീദ് എന്തൊക്കെയാണ് ചെയ്തത്? ദാവീദ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അവന് ആദ്യം ഗൂണ്ടായിസം ചെയ്ത വ്യക്തിയാണ്. ആളുകളെ പിടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്തത് എന്താണ്? യുദ്ധത്തിന് പോകാതെ ആളെ അയച്ചിട്ട് ആ സമയത്ത് വേണ്ടാത്ത സ്ഥലത്തായി അവൻ ആയി. അതുകൊണ്ട് ഊരിയാവിൻ്റെ ഭാര്യയിൽ ഭ്രമം തോന്നി, ഊരിയാവിനെ കൊല്ലുന്നു, വ്യഭിചാരം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ദാവീദ്. വ്യഭിചാരം, കൊലപാതകം, ദൈവത്തെ അപമാനിക്കൽ, ഇതെല്ലാം ചെയ്ത വ്യക്തി. ഈ വ്യക്തിയാണ് ഇവിടെ നീതീകരിക്കുന്ന കാര്യം പറയുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട ശിക്ഷ ന്യായപ്രമാണപ്രകാരം മരണശിക്ഷയാണ് കിട്ടേണ്ടത്. ഇവിടെ 32-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങളിലെ ചില ഉദ്ധരണികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അധർമ്മം മോഹിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അനുതാപത്തോട് വരുമ്പോഴേ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോഴേ പാപക്ഷമ ലഭിച്ച് നീതീകരിക്കപ്പെട്ട് ഉള്ള ഒരു അനുഭവത്തിലേക്ക് വരുന്നു എന്നാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുന്നത്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അരികിൽ വരുന്നു. അവൻ്റെ കൂടെ നേരെ കൈ ചൂണ്ടി പറയുന്നു, നീയാണത് ചെയ്തത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവന് ന്യായപ്രമാണപ്രകാരം 4 ഇരട്ടി അവൻ പകരം കൊടുക്കേണ്ടതാണ്. എന്നാൽ അതനുസരിച്ച് അവന് 4 ഇരട്ടി ശിക്ഷ കിട്ടുകയും ചെയ്തു നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ 4 മക്കൾ കൊല്ലപ്പെടുവാൻ ദൈവം അനുവദിച്ചു. ഊരിയാവിൻ്റെ ഭാര്യയുടെ കുട്ടി, തൻ്റെ മൂത്ത മകൻ അമ്നോൻ, സുന്ദരനായ അബ്ശാലോം, ഒടുവിൽ നല്ലവനായ അദോനിയാവ്, ഇതുവരെല്ലാം മരിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ഇതെല്ലാമായിട്ടും ദൈവം അവൻ്റെ പാപം കണക്കിട്ടില്ല, മറിച്ച് തൻ്റെ നീതി കണക്കിട്ടു. പ്രവൃത്തി കൂടാതെ ദൈവം തൻ്റെ നീതി കണക്കിടുന്ന ഭാഗ്യത്തെക്കുറിച്ച് ദാവീദ് പ്രശംസിക്കുന്നത് വെറുതെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. 32-ാം സങ്കീർത്തനം ഉദ്ധരിക്കുമ്പോൾ, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന വാചകം വിട്ടുകളഞ്ഞിരിക്കുന്നത് നോക്കുക. അതിവിടെ വന്നിട്ടില്ല. കാരണം എന്താണ്? ആ വാചകം നീതീകരണത്തോട് ബന്ധപ്പെട്ടുള്ള വാചകമല്ല, അത് ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട വാചകമാണ്. അതുകൊണ്ടാണ് പോൾ ഇവിടെ അത് കോട്ട് ചെയ്യാതിരിക്കുന്നത്. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന, അതിന് പകരം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ എന്നുള്ള വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദൈവം എങ്ങനെയാണ് ദാവീദിനെ നീതീകരിച്ചത്? ദാവീദിനെ നീതീകരിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. റോമർ 9-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: എനിക്ക് കരുണ തോന്നുന്നതിനോട് ഞാൻ കരുണ കാണിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദാവീദ് നിലവിളിച്ച് കരഞ്ഞ് പാപം ക്ഷമിച്ച് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 51-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദിൻ്റെ അനുതാപം അത്രയ്ക്ക് വലുതായിട്ട് അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് അവനെ നീതിയായിട്ട് കണക്കിട്ടു. പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നു എന്ന് പറയുന്നു ഇവിടെ പൗലോസ്. അതുകൊണ്ട് രണ്ടുപേരുടെയും ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴേ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നീതീകരണത്തിൻ്റെ മാനുഷിക വശവും
ദാവീദിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ദൈവിക വശവും ഊന്നി പറയുന്നതായിട്ട് കാണുന്നു. 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രകർമ്മത്തിനോ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടു? പരിച്ഛേദനയിലോ അഗ്രകർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രകർമ്മത്തിലല്ല. അഗ്രചർമ്മത്തിലത്രേ. അഗ്രകർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രകർമ്മത്തോട് വിശ്വസിക്കുന്നവർ കൂടി നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രകർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ഈ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ നീതീകരണം പരിച്ഛേദന കൂടാതെ എന്ന് സ്ഥാപിക്കുന്നു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന ലഭിക്കുന്നതിന് മുമ്പ് 24 വർഷം മുമ്പാണ്. കാരണം അബ്രഹാം നീതീകരിക്കപ്പെട്ട പരിച്ഛേദന ഏറ്റിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അബ്രഹാം പരിച്ഛേദനക്കാരുടെ പിതാവെന്ന് പറയുന്നത്, അൺസർക്കംസൈസ്ഡ് അഗ്രജന്മികളുടെ പിതാവെന്നും പറയുന്നത്. കാരണം എന്താണ്? വിശ്വാസത്തിൻ്റെ നീതിയാലാണ് അബ്രഹാം പരിച്ഛേദനയേറ്റ്. നമുക്ക് അതിൻ്റെ വർഷങ്ങൾ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഉൽപ്പത്തി പുസ്തകം 12:4 അബ്രഹാം ഹരാനിൽ നിന്ന് കനാനിലേക്ക് പുറപ്പെടുന്നതായിട്ട് കാണാം. അന്ന് അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. 75ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് നീ പുറപ്പെടണം എന്ന് പറയുന്നു. എന്നാൽ അവന് വാഗ്ദത്തം, ദൈവവാഗ്ദത്തം ലഭിച്ച് അവൻ നീതീകരിക്കപ്പെട്ടതെന്നാണ് ആയിട്ട് പറയുന്നത്. നേരത്തെ വായിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 15:5-6. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിക്കുന്നത് കാണുന്നു. 85ാമത്തെ വയസ്സിലാണ്. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ്റെ 99ാമത്തെ വയസ്സിൽ പരിച്ഛേദന ഏറ്റപ്പോൾ ഇസ്മായിലിന് 13 വയസ്സായിരുന്നു. ഇസ്മായിൽ ഉണ്ടായി 13 വർഷം കഴിഞ്ഞിട്ടാണ് പരിച്ഛേദന ഏറ്റത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള പീരീഡിലൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് 24 വർഷം, 75ാമത്തെ വയസ്സിലാണല്ലോ അവനെ വിളിച്ച് ഇറക്കുന്നത്. 75ാമത്തെ വയസ്സ് തൊട്ട് 99 വയസ്സ് വരെ അബ്രഹാമിൻ്റെ നീതീകരണത്തിനും പരിച്ഛേദനയ്ക്കും ഇടയിലെ 24 വർഷത്തിൻ്റെ അകലമുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, പരിച്ഛേദനയല്ല നീതീകരണത്തിൻ്റെ ആവശ്യമായിരുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ പരിച്ഛേദന ഉണ്ടായിരുന്നു. ആദിമ വിശ്വാസികൾ, ജെൻറ്റൈൽസ്, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരെ യഹൂദവാദികൾ പരിച്ഛേദന ഏൽപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 15:9 ഒക്കെ അത് നമ്മളെ കാണുന്നുണ്ട്. പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ കൃപയിൽ നിന്ന് വീണു പോകുമെന്നും അതുകൊണ്ട് മുഴുവൻ ന്യായപ്രമാണവും വിശ്വാസത്തോടെ അനുസരിക്കണമെന്നും ഒക്കെ അവർ പഠിപ്പിച്ചു. അതിനുശേഷമാണ് യെരുശലേം കൗൺസിൽ വന്ന് യെരുശലേം കൗൺസിലിൽ പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്നും ഒക്കെ ഡിക്ലെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിന്ന് ചിന്തിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അബ്രഹാമെ നീതീകരിച്ചത് പരിച്ഛേദന പ്രകാരമല്ല, വിശ്വാസത്താലായിരുന്നു. അതുപോലെ ദാവീദിനെ ദൈവം നീതീകരിച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിലെ പാപക്ഷമ ചോദിച്ചിട്ട് അവനെ നീതീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് നമ്മളെ ഒരുപാട് ഓർഡിനൻസുകൾ സഭയിലുണ്ട്. ആദിമസഭയിലുണ്ടായിരുന്നു, പരിച്ഛേദന വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റിക്കളഞ്ഞു. അതുപോലെ തന്നെ ഓർഡിനൻസ് പലതും ഇന്ന് കർത്താവ് കൽപ്പിച്ച 2 ഓർഡിനൻസാണ് സ്നാനവും തിരുമേശയും. എന്നിട്ട് ഇന്ന് ഒരുപാട് വിശ്വാസം ആളുകളുടെ ഇടയിലുണ്ട്. ഈ ഓർഡിനൻസ്, ചില ബാപ്റ്റിസം, അതുപോലെ ഹോളി കമ്മ്യൂണിയൻ, ഇതൊക്കെ ഏറ്റെടുക്കുന്നവരെ നീതീകരിക്കപ്പെടും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. ശരിക്കും അത് ബിബ്ലിക്കലായിട്ടുള്ളൊരു പഠിപ്പിക്കലുകളല്ല. അതൊക്കെ ഈ പഴയ ട്രഡീഷൻസ് അതിൽ നിന്നൊക്കെ വന്നിരിക്കുന്നതാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതൊന്നുമല്ല ദൈവത്തിലേക്ക് നടത്തുന്ന കർത്താവിലുള്ള വിശ്വാസം ആണ് നമ്മളെ നീതീകരിക്കുന്നത് എന്നുള്ളൊരു ഒരു വലിയൊരു ആശയം ആണ് ഇവിടെ പൗലോസ് ഈ അധ്യായത്തിൽ കൂടി പഠിപ്പിക്കുന്നത്.
അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് അബ്രഹാം വന്നത്. വിളിച്ചിറക്കിയപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത്. അവിടം തൊട്ട് ദൈവം അബ്രഹാമിനെ നീതീകരിച്ചു കൊണ്ടുവന്നായിട്ട് കാണുന്നു. എന്നാൽ പരിച്ഛേദന പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ആ കൽപ്പന എന്തിനാണ് ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു ഉള്ളത്. അത് തലമുറകളായിട്ട് അനുഷ്ഠിച്ചു വരുന്നു, അത് യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മളെ കാണുന്നു. എന്നാൽ അതല്ല മനുഷ്യനെ ദൈവത്തിലേക്ക് നടത്തുന്നത്. അതുപോലെ ഇങ്ങനെ ഇപ്പോഴത്തെ സഭകളിൽ പലരും പഠിപ്പിക്കുന്ന പോലെ കുർബാന കൊള്ളുന്നതിൽ കൂടിയും അല്ലെങ്കിൽ സ്നാനത്തിൽ കൂടിയും ഒക്കെ നമ്മൾ രക്ഷ പ്രാപിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദുരുപദേശത്തിൻ്റെ കാരണങ്ങൾ ഇന്ന് വരുന്നുണ്ട്. കാരണം തിരുവെഴുത്തുകൾ ഇങ്ങനെ പഠിക്കുക മാത്രമല്ല, ദൈവശക്തി ഉപയോഗിച്ച് അത് നമ്മുടെ ജീവിതങ്ങളിലെ ഒരു വെളിപ്പാടായി വരുമ്പോഴാണ് അത് രൂപാന്തരം വരുന്നത്. വെറുതെ ഇരുന്ന് പഠിക്കുന്നത് മാത്രവുമല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഒരു പ്രവൃത്തി പോലെ ആയിപ്പോരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രവൃത്തി ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തി നമ്മുടെ വിശ്വാസമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് രൂപാന്തരം വരികയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് രക്ഷ പ്രാപ്യമാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശ്വാസമാണ് നീതീകരണത്തിന് ആവശ്യമായിട്ട് ഉള്ളത് എന്ന് വീണ്ടും നമ്മൾ ചിന്തിക്കുകയും അതനുസരിച്ച് നമ്മളെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്ന് തന്നെ രാത്രികാലം ഈ കർത്താവ് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോയി മാസ് കാണുന്നതുകൊണ്ടൊന്നുമല്ല, പിന്നെയോ നമ്മൾ കർത്താവിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയും അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴേ നമ്മളുടെ ജീവൻ അവന് അധമ പാതാളത്തിൽ പോകേണ്ട ജീവനെ നമ്മൾ വീണ്ടെടുത്ത് നിത്യതയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും എന്ന് നമ്മൾ മറന്നുപോകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളെ ചിന്തിച്ച കാര്യങ്ങൾ കർത്താവെ, ഞങ്ങൾ ദൈവസന്നിധിയിലെ നിഷ്കളങ്കരായി സമർപ്പിക്കപ്പെടുന്നവരായിരിക്കണം, ദൈവം പറയുന്ന അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ മാത്രമേ കർത്താവെ ഞങ്ങൾക്ക് നീതീകരണം വരുന്നുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വലിയ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില രോഗങ്ങളിലെ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവരെ ഞങ്ങൾ ഈ തരുണത്തിൽ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരമായിട്ടുള്ള അലർജികൾ, അതുപോലെ സൈനസ് എൻ്റെയൊക്കെ അസുഖങ്ങൾ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. കർത്താവേ, നീ സഹായിക്കണമേ, നീ വിടുതൽ കൊടുക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ ശക്തി അവരുടെ ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലം കൈയിൽ പെയിനായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ, ഫ്രോസൺ ഷോൾഡറാണോ ഒന്നറിയത്തില്ല, ആ കർത്താവെ കൈ കൊണ്ട് നീ ഒന്നും ചെയ്യാൻ വയ്യാതെ വിഷമിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ വലിയൊരു വിടുതൽ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രീതിയിലുള്ള വേദനകളെ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മാറ്റിക് പ്രോബ്ലത്തിലിരിക്കുന്ന ചില ആളുകൾ ശ്രദ്ധിക്കുന്നു. ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങളുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ വിടുതൽ തരികയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവർക്കെല്ലാം വലിയ വിടുതലുകൾ നീ കൊടുക്കുന്നവർക്ക് സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ആ വലിയ കർത്താവെ ആ ക്യൂർ കൊടുക്കുന്നവർക്ക് സ്തോത്രം. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരികയോ അല്ലെങ്കിൽ ആ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളത് യൂസ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇതൊരു പ്രയോജനമായിരിക്കും. ആ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരത് ഉപയോഗിക്കും, അത് കാണും, അവരനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.